മൊത്താകെ നനഞ്ഞ് കുളിച്ച് ഒരു പരിവായി. നമ്മളെ അടുത്ത് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ബിഹാറിനൊക്കെ ചിന്തക്ക് പ്രാധാന്യമില്ലേ? ഒരെണ്ണം ഏത് മാമ? ചേച്ചി നീ എങ്ങനെ ആർക്കും ആണിട്ട് കൊടുത്ത, പക്ഷെ കവിതയാണ് ചിന്തിയത്. അപ്പൊ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഓണത്തിന്റെ പിരിവായിട്ട് ഇറങ്ങിയാണ്. നോട്ടീസ് അവിടെ ഓണത്തിന്റെ പിരിവായിട്ട് ഇറങ്ങിയാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ അത്തപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നാടൻപാട്ടുണ്ട്, പിന്നെ മെയിനായിട്ട് നറുക്കെടുപ്പ്. എന്തൊക്കെ സമ്മാനം? മൊത്തം 75 സമ്മാനമുണ്ട്. ഫസ്റ്റ് പ്രൈസ് ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജാണ്. എല്ലാവരും എടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആവശ്യമുള്ളൊരു കമന്റ് ഇടുക. GPay നമ്പരൊക്കെ നമ്മൾ അയച്ചു തരണമായിരിക്കും. അപ്പൊ ഗൈസ്, ഇവിടെ ആയിരിക്കും അത്തപ്പൂ ഇടുന്ന. ഇവിടെ സ്റ്റേജ് നാടൻപാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. തായില്യത്തിന്റെ നാടൻപാട്ടുണ്ട്, പിന്നെ 2 ടീമിന്റെ ഡാൻസ് ഉണ്ട്. പിരിവിലോട്ട് ഇറങ്ങിയാണ്. അപ്പം മഴയാണെന്ന്, അതുകൊണ്ട് പിരിവ് നടക്കുമെന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ ഇറങ്ങിയാണ്. അപ്പം അവിടെ വെച്ച് കാണാം. അങ്ങനെ നമ്മള് പോവാണ്. ഈ വണ്ടി 3 പേരുണ്ട്, അപ്പുറത്തൊട്ടി 2 പേരുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ റൂട്ടിലോട്ട് പോകുമ്പോഴാണ്. അങ്ങനെ അടുത്ത് നമ്മളെ യൂണിവേഴ്സൽ മൊബൈലാണ് എത്തിയത്. ഇവിടെ നിന്ന് ഒരു കൂപ്പൺ എഴുതണം. എന്തായാലും ഒന്ന് എഴുതണം. ഇന്ത്യക്ക് സീനാണ് കേട്ടോ. ശരി, ഓണത്തിന്റെ കൂപ്പണായിട്ട് വന്നതാണ്. പുള്ളി 2 എഴുതാൻ പറഞ്ഞു. നമുക്ക് 2 കൂപ്പൺ കിട്ടി യൂണിവേഴ്സലിൽ നിന്ന്. അങ്ങനെ ആളില്ലാത്ത വീട്ടിൽ കയറി ഒരു പേരയ്ക്ക് അടത്ത്. ചെറുപ്പക്കാർക്കുള്ളതാണ്. പക്ഷെ ഞാൻ ഇറങ്ങാത്തതിന് കാരണം വയസ്സായി പോകുമ്പോ യാഥാസ്ഥികനായി പോകുമോ എന്ന ഭയം കൊണ്ട്. യാഥാസ്ഥിക സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന കാര്യമാണ്. എപ്പോഴെന്നറിയോ? 7 ദിവസം ചോര പറ്റി തുടങ്ങുമ്പോൾ ചോരയുടെ പ്രസരിപ്പാണ് ഇതൊക്കെ. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കാണിക്കുന്ന ചോര പ്രസരിപ്പാണ്. നമ്മുടെ ബിഹാറിനൊക്കെ ചിന്തക്ക് പ്രാധാന്യമില്ലേ? ഒരെണ്ണം ഏത് മാമ? നിങ്ങളുടെ മക്കളെ, 75 സമ്മാനം ഉണ്ട്. 100 രൂപയാണ്. അല്ല മക്കളെ, എനിക്ക് അതൊന്നും വേണ്ട. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ആവണ്ട, എന്റെ ചെല്ല മക്കളെ വേണ്ട. നിങ്ങൾക്ക് ഒരു ചെറിയ പിരിവാണ് തരാം. മാമ എഴുതണോ? വേണ്ടേ? ഉപദേശമാണ്. ഓക്കെ. അപ്പൊ നിങ്ങളിൽ ഒരു കുറ്റബോധം ഇനി ഭാവിയിൽ ഉണ്ടാവും. ഇവിടെ 1000 പേരുണ്ടാവും. അല്ല പിന്നെ ആശുപത്രി കിടക്കുന്ന ഒറ്റയ്ക്കായിരിക്കും നമ്മൾ. അതാണ് പേര് അവന്റെ മാമ രാവിലെ ഉപദേശമൊക്കെ. മക്കളെ വിജയ പേരൊന്നും വേണ്ട. അപ്പൊ ഗൈസ്, നമ്മളെ നല്ല ഉപദേശങ്ങളൊക്കെ കേട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോകുമ്പോഴാണ് കാരക്കോണത്തിൽ നിന്ന് കിറ്റ്കാറ്റ് മൊബൈല് ഒരു കൂപ്പൺ എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് നടക്കാൻ പോവുകയാണ്. ഇത് വീടല്ലേ? ഇവിടെ കയറാം, വാ. ആളുണ്ടാ? പട്ടിയെ കൊണ്ട് വീട്ടില്. ചേച്ചി ഒരു കൂപ്പൺ എഴുതണം. ഓണത്തിന്റെ കിട്ടും, കുഴപ്പമില്ല. കിട്ടി അങ്ങ് കൊണ്ട്. അപ്പുവാ, ഒരു കൂപ്പൺ എടുക്കണം ഓണത്തിന്റെ. പട്ടി പഗ് ഒരു കൂപ്പൺ എഴുതിട്ടാവാ. മക്കളെ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞില്ലേ? മക്കളെ ആദ്യം പറഞ്ഞേക്ക്. വേണമെങ്കിൽ ഒരു പാട്ട് പാടിത്തരാം. മക്കളെ, ഞാൻ ഒരു അരപ്പണിക്കാരൻ. എന്റെ കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബിൽ വരും. നീ എങ്ങനെ ആർക്കും ആണിട്ട് കൊടുത്ത, പക്ഷെ കവിതയാണ് ചിന്തിയത്. 2 പേര് പാടിത്തരാം. ഒരു പാട്ട് ചുമ്മാ മക്കളൊക്കെ പാടിക്കോ. പാടാൻ പിന്നെയും നമുക്ക് വണ്ടി അങ്ങനെ അവിടെ കിട്ടിയില്ല. വീട്ടിൽ ആളില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് മുകളിലോട്ട് പോകുമ്പോഴാണ് ഇവിടെ ആളില്ല, കൂട്ടിയിട്ടില്ല. നമുക്ക് അവിടെ പോയി എഴുതാം. അങ്ങനെ നമ്മളെ റൂട്ടില് കളക്ഷൻ കുറവാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷനിലോട്ട് പോകുന്നതാണ് നോക്കണം. എവിടെ? പോലീസ് സ്റ്റേഷനിലോട്ടാണ്. സ്റ്റേഷനിൽ പോയി എഴുതാമോ?
എഴുതാം പോയി എഴുതാം ഒന്നെഴുതാം നമ്മളെ ഇവിടെ അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് എഴുതാം. അങ്ങനെ നമ്മൾ അടുത്ത് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലാണ് എഴുതിയത്, പോലീസ് സ്റ്റേഷൻ അല്ലേ? സ്റ്റേഷനിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഖജാൻജി അപ്പൊ നമ്മളെ സ്റ്റേഷനിൽ എഴുതി ഒരെണ്ണം എടുത്തു. നമ്മൾ വിചാരിച്ചില്ല അവർ എഴുതി, എന്നിട്ട് അവർ എടുക്കും. മാമാ ഒരു കൂപ്പൺ എഴുതണോ മാമാ? മാമോ വേണ്ടേ? ഒരെണ്ണം എഴുതാം. അടിക്കൂലേ? പിന്നെ ഇൻസ്പെക്ടർ ആണ് എടുത്തത്. ഓക്കെ, നമ്മൾ എന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോകണം. പിരിവിന് വരുമ്പോൾ നമ്മളെ മെയിൻ ലക്ഷ്യം ഇതേ കണക്ക് സാധനങ്ങളാണ്. പേരയ്ക്ക, ജാമ്പയ്ക്ക, മാങ്ങ. വണ്ടി എടുത്ത് ഇവിടെ എഴുതിയില്ല. നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഇല്ല, എനിക്ക് കണ്ണനെ മതി. അടുത്ത സ്ഥലത്തിലോട്ട് പോകുന്നുണ്ടോ? പട്ടിയാണോ? ഓരോ നൂത്ത് പിടിച്ച് ഓടിയാ മതി. തറക്കണ്ടേ തറ ചേച്ചി എന്തായാലും അവിടെ പോയതിന് ശേഷം വീഡിയോ ഓൺ ചെയ്യാം. കാരണം ചിലവർക്ക് ഇഷ്ടപ്പെടില്ല വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ചെറിയുണ്ട് ചെറിയ എവിടെ കഴിച്ചു നോക്ക്. ചെറിയ നല്ല രീതിക്കുള്ള മഴ വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ പണി കിട്ടാൻ പോകാൻ. ചെറിപ്പഴം മലയാളം അതൊന്നും വേണ്ട. മഴ 75 സമ്മാനം ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, 100 രൂപ, മിക്സി, ഗ്രൈൻഡർ എല്ലാം ഉണ്ട്. പറഞ്ഞ മതി ചേട്ടാ. ഞാൻ പൊതുവെ കൊടുക്കാറില്ല. മഴ നമ്മളെ തേച്ചു. അങ്ങനെ മഴ തോന്നുന്നതും നമ്മൾ ഇവിടുന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, വീട്ടിലുള്ള മഴയത്ത് കുളിച്ച് നനഞ്ഞൊരു പരിവായി. ഒരു മഴ കാരണം നടത്തുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ പിരിവ് നിർത്താൻ പോയാണ്, മഴയുണ്ട്. എത്ര മൊത്തം പിരിഞ്ഞ്? ടോട്ടൽ 1500 പിരിഞ്ഞിട്ടുള്ളൂ. എന്താ 1500 മഴയുണ്ട്. പിന്നെ എമ്പാടി വീട്ടിൽ കൊണ്ടുപോകണം അതിനെ. അപ്പൊ നിർത്താം, നമുക്ക് പോവാം. ബ്രോ എങ്ങനെയാണ്? ഭയങ്കര മഴ. എവിടെ? ഭയങ്കര മഴ. അതെ, കനത്ത മഴയാണ്. നമ്മള് വീഡിയോ ഇവിടെ നിന്ന് അവസാനിക്കാൻ പോവാണ്. എന്ത് പറയാ? ഫുഡ് കഴിക്കണം. എന്തായാലും കഴിക്കണം. അതിന്റെ വീഡിയോ ചെറുതായിട്ടുണ്ടോ? പിന്നെ കനത്ത മഴയായിട്ട് നമ്മള് വ്ളോഗ് ഇവിടെ നിർത്താൻ പോവുകയാണ്. അപ്പം അടുത്ത ഞായറാഴ്ച പാർട്ട് 2 ആണ്. ഇന്ന് ആൾക്കാർ കുറവുണ്ടാണ്, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു 10-15 പേര് കാണും നമ്മൾ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഗുഡ് ബൈ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ. പിരിവിൻ്റെ ഒരു സന്തോഷ ഭാഗമാണ് കഴിക്കുന്നത്. ഇങ്ങനെയുണ്ട്. സോസക്കടി എങ്ങനെയുണ്ട്?